ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു റിലേഷൻഷിപ്പ് റീഡിങ്ങാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചാനൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടെ ഒന്ന് ഇട്ട് വെക്കണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും ആ സമയം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസണൻ്റ് ആവില്ല. റെസണൻ്റ് ആവുന്നവരെടുക്കണം, അല്ലാത്തവർ വിട്ടേക്കണം. അത് മറന്നു പോകരുത്. പിന്നീട് മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. അതുപോലെ തന്നെ ടൈംലെസ് ആണ്. ഓക്കെ, നമുക്ക് ഇത്രയും ഒക്കെയാണ് ഇവിടെ പറയാനുള്ളതും നമുക്ക് ചെയ്യാൻ പോവുകയാണ്. ഇനി അടുത്ത് നമ്മുടെ വീഡിയോ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് 9 ഓഫ് സ്വോർഡ്സ് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. 9 ഓഫ് സ്വോർഡ്സ്. ഓക്കെ, 9 ഓഫ് സ്വോർഡ്സ് എന്ന് പറഞ്ഞാൽ ഉറക്കം ഇല്ല എന്നാണ്. എന്താണ് ഈ വ്യക്തിക്ക്, നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജിയാണ് ഇപ്പോഴുള്ളത്. എന്താണ് ഇയാൾക്ക് ഉറക്കമില്ലാതെ വരാൻ കാരണം? നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളാണോ അതോ ഇനി മറ്റെന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ സാമ്പത്തിക ഞെരുക്കമാണ് കാണിക്കുന്നത്. സാമ്പത്തിക ഞെരുക്കം എന്ന് പറയുമ്പോൾ കയ്യിലിപ്പോൾ ഒന്നുമില്ല എന്നുള്ളതാണ്. വളരെ പതറ്റിക്കായിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. അതായത് ആരോ ആളെ വിട്ടുപോയിരിക്കുന്നു, എല്ലാം എടുത്തുകൊണ്ട് വിട്ടുപോയിരിക്കുന്നു എന്നാണ് കാർഡ് കാണിക്കുന്നത്. അതിൻ്റെ പുറകെ ബഗ് ചെയ്ത് ഇയാൾ രോഗപീഠയാലും ഒക്കെ ഈ വ്യക്തിയുടെ പുറകെ യാചിക്കുന്നു. അങ്ങനെ വിട്ടു പോകരുത്, എനിക്ക് നഷ്ടപ്പെട്ടത് ആണ്, എല്ലാം നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, എനിക്കത് തിരിച്ചു തരണം, അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിക്കരുത് എന്ന് വളരെ കെഞ്ചി പറയുന്ന ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണെന്ന് നോക്കാം നമുക്ക്. യെസ്, 7 ഓഫ് സ്വോർഡ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. അടുത്തത് 7 ഓഫ് സ്വോർഡ്സ് എന്ന് പറയുമ്പോൾ ജോലിയുടെ കാര്യത്തിലായാലും കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഫിനാൻസ്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, ഏത് കാര്യത്തിലാണെങ്കിലും മറ്റൊരു വ്യക്തി ഈ ആളുടെ ലൈഫിൽ വന്നിരുന്നു അല്ലെങ്കിൽ ഉണ്ട്. ആ വ്യക്തി സർവ്വതും ഇയാൾക്കർഹമായി കിട്ടേണ്ട പല കാര്യങ്ങളും എല്ലാം, സ്നേഹമായാലും ശരി, ഏത് കാര്യങ്ങളാണെങ്കിലും ശരി, എല്ലാം തട്ടിയെടുത്തിരിക്കുന്നു എന്നാണ്. എന്നിട്ട് ബാക്കി കൂടി എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്ന ഉദ്ദേശവുമായിട്ടാണ്. ഇപ്പോൾ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് ഓടി, ഇനി ബാക്കിയുള്ളതും കൂടി എടുക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു വ്യക്തി ഈ ആളുടെ ജീവിതത്തിൽ കടന്നുകൂടിയിരുന്നു അല്ലെങ്കിൽ കൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇയാൾക്ക് വളരെയധികം വിഷയങ്ങൾ, സമൂഹത്തിലാണെങ്കിലും ശരി, വീട്ടിലാണെങ്കിലും ശരി, വഴക്കുകൾ ഉണ്ടാക്കുക, കയ്യാങ്കളികൾ വരെ വരിക, പോലീസ് സ്റ്റേഷനിൽ പോവുക, ജയിൽ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന പോലെ എടുക്കണം കേട്ടോ. എന്തായാലും സംഗതി കുറച്ച് മോശമാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. എപ്പോഴും ഒരു മനസ്സിന് സമാധാനമില്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഈ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വഴക്കുണ്ടാകുന്നത്, അല്ലേ? വഴക്കുണ്ടാകുക, അടിക്കുക, ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നിന്ദ്യമായ അല്ലെങ്കിൽ ഏറ്റവും താഴെ ഉള്ള ആ ഒരു അവസ്ഥയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആ അവസ്ഥ ഇവിടെ വരണമെങ്കിൽ അത്രയും പതറ്റിക്കായിട്ടുള്ള കണ്ടീഷനാണല്ലോ നമ്മളിവിടെ നേരത്തെ കണ്ട കാർഡ്സ്. ഓക്കെ, ഇപ്പോൾ വളരെയധികം കഷ്ടപ്പെടുന്നു എന്നാണ്. വളരെയധികം കഷ്ടപ്പെടുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. വളരെ അതികഠിനമായ ജോലികൾ ഒക്കെ ചെയ്ത് തളർന്ന് ഈ വ്യക്തി വളരെയധികം അല്ലാത്തൊരു പിന്നെ പ്രശ്നങ്ങളിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കുവാൻ വേണ്ടി പ്രതിരോധിച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് വിജയിക്കാൻ വേണ്ടി, കാരണം ചെയ്തെല്ലാം ഞാൻ നേടിയെടുക്കും. നമുക്ക് കിട്ടിയിരിക്കുന്നത് 9 ഓഫ് വൻസ് ആണ്. എല്ലാം ഞാൻ നേടിയെടുക്കും, എനിക്ക് ന്യൂ ബിഗിനിങ് കാര്യങ്ങളിലെല്ലാം വരും, ഞാനിതെല്ലാം നേടിയെടുക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നേടിയിരിക്കുന്നു എന്നും നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇവിടെ വന്നിരിക്കുന്ന ഈ വ്യക്തി എന്ന് നമുക്ക് നോക്കാം. ഒരു പുതിയ വ്യക്തിയുണ്ട് എൻ്റെ ഒരു ഉള്ളിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അല്ലേ? ഇതിനിടയിൽ ഒരു മൂന്നാമൻ അവിടെ കടന്നു കൂടിയിട്ടുണ്ട്, തേർഡ് പാർട്ടിയാണ്. There were other things that got in the way of us being together എന്ന് ഇത് നിങ്ങളോട് പറയുകയാണ്. ഞാൻ ഇതൊന്നും തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളോട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നറിയാം നിങ്ങൾക്കും. ഏത് സമയം നോക്കിയാലും
പിന്നെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, അല്ലെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില വ്യക്തികളുടെ എനർജിയാണ് നമ്മൾ ആദ്യം കണ്ടത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടിയാണുള്ളത്. ആ തേർഡ് പാർട്ടി സർവ്വതും എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ്. അവരോടാണ് ബഗ് ചെയ്തത്. എന്താണ് ബഗ് ചെയ്തത്? നീ എന്നെ വിട്ടു പോകരുത്, അല്ലെങ്കിൽ നീ ഈ കൊണ്ടുപോകുന്ന എൻ്റെ ധനമെങ്കിലും എനിക്ക് തിരിച്ചു തരൂ, ഇതൊക്കെയാണ് ബഗ് ചെയ്യുന്നത്. പക്ഷേ അതൊന്നും അവിടെ നടന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഒരുപാട് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി എനിക്കുണ്ടായിട്ടുണ്ട്. ഐ ഡിഡൻറ്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ്. എനിക്ക് അർഹതപ്പെട്ട പലതും എന്നിൽ നിന്ന് ചില സമയങ്ങളിൽ നഷ്ടപ്പെട്ടു പോകാറുണ്ട് എന്ന് നിങ്ങളോടിപ്പോൾ പറയുകയാണ്. നിങ്ങളോടത് പറയാൻ കുറേ നാളായി മനസ്സിൽ അതിങ്ങനെ കരുതി വെച്ചിട്ടുണ്ട്, എങ്കിലും പറയാൻ കഴിയാത്ത അവസ്ഥ എന്നാണ് കാണിക്കുന്നത്. അൺസാറ്റിസ്ഫൈഡ്, ഐ വാസ് ഹാപ്പി ദ വേ തിങ്സ് വെർ ഗോയിങ്. ഞാൻ വളരെയധികം അൺസാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്താണ്? എന്നിൽ നിന്ന് എനിക്ക് അർഹമായതും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുമെല്ലാം എടുത്തുകൊണ്ട് ഒരാൾ പോയി. അതുമാത്രമല്ല, ആ സ്നേഹവും എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ. ഓർമ്മയുണ്ട്, ദ സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രൈനിങ് മീ. ഈ സ്ട്രെസ് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നത് കൊണ്ടാണ് ഉറക്കമില്ലാത്തത്. എനിക്ക് ഉറങ്ങാൻ പോലും ഇപ്പോൾ കഴിയുന്നില്ല. നീ ഇതൊന്നും അറിയുന്നില്ല. നിങ്ങളോട് പറയുകയാണ്, നീ ഇതൊന്നും അറിയുന്നില്ല. നിന്നെ ഇതൊന്നും ഞാൻ അറിയിച്ചിട്ടുമില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളോട് കുറച്ച് ഡിറ്റാച്ച്മെൻ്റായിട്ട് ഇരിക്കുന്നത്. എന്താണ് ഡിറ്റാച്ച്മെൻ്റായിട്ടിരിക്കുന്നത്? സ്ട്രെസ്സുണ്ട്, അതുപോലെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഓവറായിട്ടുള്ള വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലെല്ലാം ഞാൻ പിടിച്ചെടുക്കും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ഡിറ്റാച്ച്മെൻറ്റിൽ നിൽക്കുന്നു. ഇപ്പോൾ നിങ്ങളോട് നോ കോണ്ടാക്റ്റ് ആണെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാറില്ല. പിണക്കമൊന്നുമല്ല. പിണക്കമോ വെറുപ്പോ വിഷമങ്ങളോ ഉള്ളത് കൊണ്ടല്ല അതങ്ങനെ സംഭവിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ആളുടെ പരിതസ്ഥിതി വളരെ മോശമാണ്. ഈ പരിതസ്ഥിതി എങ്ങനെയാണ് ചിരിക്കാനും സന്തോഷിക്കാനും വിളിക്കാനും പറയാനും ഒക്കെ കഴിയുക? അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓവർവെൽംഡാണ്, ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. പിന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ പറഞ്ഞു. ഈ കാർഡ് നേരത്തെ കണ്ടു നമ്മളല്ലേ, 10 ഓഫ് വൈൻസ്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അവിടെ. പിന്നെ കുടുംബമുണ്ട്, അവരുടെ ഒക്കെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും എനിക്ക് കഴിയാത്ത ചില കാര്യങ്ങൾ, എനിക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഒന്നിനും കഴിയുന്നില്ല ഇപ്പോൾ എന്നും കൂടി നിങ്ങളോട് പറയുന്നുണ്ട്. ഇത് സിംഗിൾ, മാരീഡ്, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ മാരിറ്റൽ, ഇതെല്ലാം ഇതിനകത്ത് വരും കേട്ടോ. ഓക്കെ. അപ്പോൾ ഡിസഗ്രിമെൻറ്റ് പറയുന്നുണ്ട്. ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ എന്നാണ് പറയുന്നത്. എന്നെ മനസ്സിലാക്കണം നീ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഇയാളെ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, എൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ് എന്ന് നീ അത് മനസ്സിലാക്കണം എന്ന് നിങ്ങളോട് വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരിക്കലും ഞാൻ നിനക്ക് തരേണ്ട വാല്യൂസ് ഒന്നും തന്നെ തന്നിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടില്ല. ഐ ഫെൽറ്റ് ഐ ലൈക്ക് യു ഡിഡിൻ കെയർ. നിങ്ങളെ കെയർ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ബന്ധം എന്ത് ബന്ധമായിരുന്നാലും, ഇനിയിപ്പം ഫാമിലി ആണെങ്കിലും ശരി, അതല്ല വേറെ സിംഗിൾ മറ്റു ബന്ധങ്ങൾ എന്തായാലും, നിങ്ങൾക്ക് തരേണ്ട കെയറിങ്, നിങ്ങൾക്ക് തരേണ്ട വാല്യൂ ഇതൊന്നും തന്നിട്ടില്ല. അപ്രിഷ്യേറ്റ് ചെയ്തിട്ടില്ല. എപ്പോഴും നിനക്ക് തരേണ്ട കെയറിങ് ഞാൻ തന്നിട്ടില്ല എന്ന് ഫോർഗീവ്നെസ്സോടുകൂടി പറയുന്നുണ്ട്. ഐ ആം സ്ട്രഗ്ലിങ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ്. എൻ്റെ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്, കഴിഞ്ഞ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഞാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരനോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ക്ഷമിക്കണേ എന്നോടൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളോടും പറയുന്നു. അതെ, എന്നോട് എന്തെങ്കിലും ഞാൻ ചെയ്ത എൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റുകളൊക്കെ ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട് ഇവിടെ. യെസ്, ഓക്കെ. വളരെയധികം പ്രതീക്ഷയുണ്ട് എന്ന് കാണിക്കുന്നു. അതുപോലെ തന്നെ അൺഫിനിഷ്ഡ് ബിസിനസ് എന്നും പറയുന്നുണ്ട്. അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതെല്ലാം മാറി ഒരു നല്ല ജീവിതം വരും എന്നും നമുക്കിതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നുമൊക്കെയാണ് ഈ കക്ഷി ഇപ്പോൾ വിചാരിക്കുന്നത്. വളരെയധികം പ്രതീക്ഷയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഐ ഹാവൻറ്റ് ഗിവൺ അപ്പ് ഓൺ അസ് യെറ്റ്.
അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു വസ്തുത എന്ന് കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ ഡെസ്റ്റിനി കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ അനുഭവിക്കേണ്ടത് തന്നെയായിരുന്നു. ഐ ആം സ്ട്രഗ്ലിങ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത്. ഈ വ്യക്തിയും നിങ്ങളും അനുഭവിക്കേണ്ടതാണ്. കാരണം ഇത് ഡെസ്റ്റിനിയാണ്. ഈ ഡെസ്റ്റിനിയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. വിധിക്ക് വിട്ടുകൊടുക്കുക എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. ആ വിധി എന്താണോ അതാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഈശ്വര നിശ്ചയമാണ്. ഡിവൈൻ തീരുമാനിച്ചിരിക്കുന്ന ആ പ്ലാനിങ്ങിൽ ഉള്ള കാര്യങ്ങളാണ്. ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾക്കൊരു ഉപകരണം പോലെ നിന്ന് അത് അനുഭവിക്കാം, ഏറ്റുവാങ്ങാം എന്ന് മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് ഇവിടെ ഡെസ്റ്റിനി എന്ന കാർഡ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ പാസ്റ്റ് ലൈഫ് റിലേഷൻ കാര്യങ്ങൾ ഒക്കെയാണ് വന്നിരിക്കുന്നത്. അൺവർത്തി, യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. നിങ്ങളെക്കുറിച്ച് നല്ല മതിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നീ എന്നേക്കാൾ എത്രയോ വളരെ ശ്രേഷ്ഠമായ ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. മെൻറ്റ് വരുന്നുണ്ട്. ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. നമ്മുടെ കണക്ഷൻ വീണ്ടും ദൃഢമാക്കി കൊണ്ടുവരണം. ഇപ്പം ആ പഴയ ദാരിദ്ര്യവും വിഷമങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതായത് പ്രസൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ കഷ്ടപ്പാടിലാണ്. കാരണം വെച്ചാൽ അതുകൊണ്ട് ടൈമില്ല എന്നുള്ളതാണ്. റെസ്പോൺസിബിലിറ്റീസ് കൂടുതലാണ്. അപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം മിക്കവാറും. പിന്നെ കരിയറിലാണെങ്കിൽ തന്നെ അതുപോലെ ഉയർന്ന എന്തെങ്കിലുമൊക്കെ ജോലിയിലിരിക്കുന്നവരോ അല്ലെങ്കിൽ അതേമാതിരി, അതായത് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തി എന്നാണ് അതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കോൺവെർസേഷൻ പറയുന്നുണ്ട്. എനിക്കൊന്ന് സംസാരിക്കണം എന്ന് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ പിന്നെ ഈ എന്താ അലക്കാൻ പോകുന്നവർക്ക് അലക്ക് ഒഴിഞ്ഞിട്ട് നേരമില്ല എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇവിടെ ഈ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ നേരം കിട്ടിയിട്ട് വേണ്ടേ? അതിനിവിടെ കഴിയുന്നില്ല ആൾക്ക്. കമ്മിറ്റ്മെൻറ്റ് വേണ്ട. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭാവിയിൽ, അല്ലെങ്കിൽ എൻ്റെ കൂടെ, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഓക്കെ, ആളുടെ മനസ്സിലെ ആഗ്രഹങ്ങളാണ്. ഓക്കെ, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഒരു ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞിരുന്നു. ആ ഡിറ്റാച്ച്മെൻറ്റിൽ 4 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് കാർഡ് നേരത്തെ എടുത്ത കാർഡാണ്. അപ്പോൾ ആ 4 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ മെഡിറ്റേഷൻ ചെയ്തിട്ടും മാനിഫെസ്റ്റ് ചെയ്തിട്ടും, കാരണം വെച്ചാൽ ഒരു ഉൾവിളിയുണ്ട്. ഇപ്പോഴും ഒരുപാട് പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ തേർഡ് പാർട്ടിയിൽ നിന്ന്. തേർഡ് പാർട്ടി ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മറ്റ് വൾഗറായ ബന്ധങ്ങളല്ല കാണിക്കുന്നത് കൂടുതലും. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു പിന്നെ സാമ്പത്തിക, അതാണ് കരിയർ എന്നൊക്കെ പറയുന്നത്. കാരണം നമ്മൾ ഈ ജോലി, അതേമാതിരിയുള്ള ഫിനാൻസ് കാര്യങ്ങൾ ഒക്കെ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ ചതിച്ചിട്ട് ഒന്നും അറിയാത്ത മാതിരി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകളും ഇതിനകത്ത് തേർഡ് പാർട്ടിയായിട്ട് വരാം. പിന്നെ നമ്മളുടെ ജോലി ഭാരവും തേർഡ് പാർട്ടിയായിട്ട് വരാം. ഇവിടെ മറ്റൊരു ബന്ധം തേർഡ് പാർട്ടിയായിട്ട് കാണുന്നില്ല. അപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി മറ്റൊരു ബന്ധമാണ് എന്നല്ല കാണിക്കുന്നത്, അവരെ ചതിച്ചു കൊണ്ടുപോയി എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ആരായാലും. അപ്പോൾ സോഡ്സ് വന്നിട്ടുണ്ട്. 4 ഓഫ് സോഡ്സ് അത് തന്നെയാണ് കാണിക്കുന്നത്. കാരണം വളരെ ക്ഷമയോടുകൂടി പ്രാർത്ഥിച്ചും മാനിഫെസ്റ്റ് ചെയ്തും മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ആ ഉള്ളിലുള്ള ഇൻറ്റ്യൂട്ടീവ് പവറിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ ഉൾക്കരുത്ത് നേടി പോയതെല്ലാം തിരിച്ചു പിടിക്കുന്ന ആ ഒരവസ്ഥ ഇപ്പോൾ അതാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് വാൻസ് കിട്ടിയിട്ടുണ്ട്. 4 ഓഫ് വാൻസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ അവസ്ഥയൊക്കെ മാറിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം കടന്നു വരുന്നു എന്നാണ്. അതായത് ഒരു നല്ല ഒരു അന്തരീക്ഷം, നല്ലൊരു ജീവിതം, പ്രകാശം കടന്നു വരുന്നു എന്ന് വെച്ചാൽ എന്താ? പ്രകാശം കടന്നു വരിക എന്താണ്? സന്തോഷവും സമാധാനവുമാണ്. ഒരു കൂരയ്ക്കുള്ളിൽ ഇരിക്കുന്ന 4 വ്യക്തികൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലായിടത്തും 4ഉം 2ഉം ഒക്കെ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പോലും മുഖം തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് നമുക്കിന്ന് പലപ്പോഴും കാണാറുള്ളത്. ഒരാൾ മൊബൈൽ നോക്കിയിരിക്കും, ഒരാൾ ടി വിയിൽ നോക്കിയിരിക്കും, ഒരാൾ വേറെ എന്തെങ്കിലും നോക്കിയിരിക്കും, കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കും. അപ്പോൾ ഇതേമാതിരിയൊക്കെയുള്ള ജീവിതത്തിൻ്റെ ആ ഒരു അന്തരീക്ഷം വളരെ മോശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എല്ലാവരും തിരക്കിലാണ്, ആർക്കും സംസാരിക്കാനോ. പണ്ടൊക്കെ സന്ധ്യയ്ക്ക് നാമം ചൊല്ലിക്കഴിഞ്ഞാൽ, പണ്ടത്തെ കാലവും ഇപ്പോഴുമായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല, ഒരിക്കലും പറ്റില്ല. നാമമൊക്കെ നാമം ചൊല്ലിയിട്ടില്ലെങ്കിൽ അന്ന് കഞ്ഞി കിട്ടില്ല എന്നുള്ളതാണ് കുട്ടികൾക്കൊക്കെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം തരില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് അന്ന്. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. എന്നെയൊക്കെ അങ്ങനെ
ആയിരുന്നു. ആ സമയത്ത് കൃത്യമായ ടൈമിൽ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പറയും, ആ ഇന്ന് അവൾക്ക് ചോറ് കൊടുക്കണ്ട കേട്ടോ എന്ന് വിളിച്ച് പറയും. ഒരു എന്താ സുഗ്രീവാജ്ഞയൊക്കെയാണ്. അപ്പോൾ നമ്മൾ പേടിച്ചിട്ട് അതൊക്കെ ചെയ്യും. അങ്ങനെ പേടിച്ച് ചെയ്തതിൻ്റെയൊക്കെ ഫലമായി ഇന്നിപ്പം നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് പിന്നെ കടന്നു കയറാൻ കഴിഞ്ഞത്. അതും നന്ദിയോടെ സ്മരിക്കുന്നു എൻ്റെ പിതാവിനോട്. ഓക്കെ. അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ അത്തരം കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് പിന്നെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ കുറച്ച് സമയം, അത് ഭക്ഷണം കഴിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ സമയങ്ങളിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടു വളർന്നത്, ഞാൻ എന്ത് പിന്നെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ശരി, എൻ്റെ അച്ഛനൊരു എക്സ് മിലിറ്ററി ആയിരുന്നു. ആൾ വളരെ പിന്നെ കർമ്മത്തിന് ഒരുപാട് മുൻതൂക്കം കൊടുത്തിരുന്ന ആളാണ്. അതായത് ജോലികൾ ചെയ്യുക, ഏത് ജോലിയാണെങ്കിലും ശരി. അപ്പോൾ മിലിറ്ററി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയായി. അപ്പോഴും എല്ലാം ഞാൻ കണ്ടിരുന്ന, പിന്നെ വീട്ടിൽ വന്നാലും ശരി വെറുതെ ഇരിക്കത്തില്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങളെ ആരെയും വെറുതെ ഇരിക്കാൻ സമ്മതിക്കുകയില്ല, അത് വേറെ സത്യം. കാരണം ആ പട്ടാളച്ചിട്ടയിലാണ് വളർന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് മാത്രമേ ഇവിടെ കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ അനുഭവിച്ച ചില കാര്യങ്ങളുണ്ട്. നല്ലതും പറയണമല്ലോ നമ്മൾ. അത് ഇത് മറ്റേത് നല്ലതല്ലെന്ന് അല്ല പറയുന്നത്. അല്ല, അതുകൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സത്യം, സന്തോഷം. അപ്പോൾ ഈ ഒരവസ്ഥയിൽ ഞാൻ എപ്പോഴും കാണുന്നത്, സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുക, നാമം ചൊല്ലുക, അതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ്. അത് നിർബന്ധമാണ്. എൻ്റെ അച്ഛൻ അത് നിർബന്ധമാക്കുമായിരുന്നു. അത് ചെയ്തിരിക്കണം. ചെയ്തിട്ടില്ലെങ്കിൽ അച്ഛനത് സഹിക്കാൻ കഴിയില്ല. എന്നാൽ ഞാൻ ഇപ്പോൾ കണ്ടിട്ടുള്ളൊരു കാര്യം, കിടക്കാൻ പോകുമ്പോൾ എൻ്റെ അച്ഛൻ ബെഡിലിരുന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതൊരു പിന്നെ ദേവീ സ്തുതിയോ ദേവൻ്റെ സ്തുതിയോ അല്ല. സ്വന്തം കാര്യങ്ങളെക്കുറിച്ചിട്ടിങ്ങനെ പറയുകയാണ് യൂണിവേഴ്സിനോട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, എൻ്റെ വീടിൻ്റെ കാര്യം, എൻ്റെ കരിയറിൻ്റെ കാര്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആളിങ്ങനെ ഇരുന്ന് പറയും. അത് ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് ആരോഗ്യ വിഷയം ഉണ്ടായിക്കോട്ടെ, ഇപ്പോൾ അസുഖം ഉണ്ടായിരിക്കോട്ടെ, ആൾക്ക് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഇത് ഞാൻ ഒരിക്കലും കണ്ടില്ല. അതൊരു എന്താ പറയുക, അഫർമേഷൻ പോലെയാണ്. ഡെയിലി അത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ കണ്ടു വളർന്നത് കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ ഫാമിലിയിൽ ഇതുമാതിരി ആളുകൾ, പിന്നെ എല്ലാ കുട്ടികളും അവനവൻ്റെ കാര്യം പിന്നെ മാത്രം എല്ലാവരും ഇരുന്ന് കാണുമ്പോൾ നമ്മൾ പലയിടത്തും കാണുന്ന കാര്യങ്ങളാണ്. നമുക്കത് വലിയ വിഷമം ഉണ്ടാക്കാറുണ്ട് എന്ന് ഞാൻ പറയണം. എന്നാൽ ഇവിടെ നല്ല ഒരു ഫാമിലിയാണ് നമുക്ക് ഈ കാർഡ് കാണിച്ചിരിക്കുന്നത്. ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാവരും സഹകരണത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും എല്ലാം നമുക്ക് ഐക്യത്തോടു കൂടിയൊക്കെ ഒരുമിച്ച് കാര്യങ്ങൾ പങ്കിട്ട് അങ്ങോട്ട് കാര്യങ്ങളിൽ നമ്മൾക്ക് പിന്നെ അന്യോന്യം സംസാരിച്ചൊക്കെ തീർക്കുന്ന ആ രീതിയിലുള്ള ഒരു വലിയ ഗ്ലോറിയസ് ആയിട്ടുള്ള ആ ഒരു ഫാമിലിയുടെ കാർഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇത് തിരിച്ചു വരുമെന്നാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കുറച്ച് നീണ്ടുപോയി അല്ലേ? ഓക്കെ, സോറി. അപ്പോൾ നിങ്ങൾക്ക് ഇത് വരാൻ പോകുന്നു എന്നാണ്. ഇവിടെ നമുക്ക് ദ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതേ കാണിക്കുള്ളൂ, മറ്റേ കാർഡ് കാണിക്കാനൊക്കത്തില്ല കേട്ടോ, സോറി. ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. സക്സസ് ആണ്, വിജയമാണ്. അപ്പോൾ ഈ വ്യക്തി ഉണ്ടല്ലോ, ഇപ്പോൾ ഇരിക്കുന്ന ഈ അവസ്ഥകൾ, അനുഭവിച്ചു പോയ ഈ അവസ്ഥകളും വിഷമങ്ങളും എല്ലാം മറികടന്നിട്ട് നിങ്ങളിലേക്ക്, നിങ്ങളുടെ പിന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വളരെ സക്സസ് ആയിട്ടും വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ജീവിതവും ആയിട്ടാണ് വരുന്നത് എന്നാണ് നമുക്കിന്ന് കാർഡ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ ആദ്യത്തെ പിന്നെ നെഗറ്റീവ് കാർഡ്സ് കണ്ടപ്പോൾ സത്യത്തിൽ വല്ലാത്ത മനസ്സ് ഒന്ന് വിഷമിച്ചിരുന്നു. കാരണം വെച്ചാൽ ഇതെന്താ ഈ കാർഡ് ഇങ്ങനെ കിട്ടിയത്, എന്തൊരു എനർജിയാണ് കിട്ടിയിരിക്കുന്നതെന്നൊക്കെ ഞാൻ വിചാരിച്ചു. എന്നാൽ ക്ലാരിറ്റി എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് വളരെ സന്തോഷമൊക്കെ വരാൻ പോകുന്നു ലൈഫിലേക്ക്. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.